ഇന്ത്യൻ വംശജയായ നാസ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് 9 മാസത്തോളം ബഹിരാകാശ ചെലവഴിച്ച ശേഷം ഭൂമിയിലേക്ക് മടങ്ങുകയാണ്. നിരവധി റെക്കോർഡുകൾ തന്റെ പേരിൽ എഴുതി ചേർത്തതിന് ശേഷമാണ് സുനിതയുടെ മടക്കം. ബഹിരാകാശ പര്യവേഷണ ലോകത്ത് മായാത്ത മുദ്ര പതിപ്പിച്ച വ്യക്തിത്വമാണ് സുനിതയുടേത്. നിലവിൽ നാസയുടെ മനുഷ്യനെ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും അയക്കാനുള്ള ആർടെമിസ് പ്രോഗ്രാമിന്റെ ഭാഗമാണ് സുനിത വില്യംസ്. 1965 സെപ്റ്റംബർ 19 ഒഹായോയിലെ യൂക്ലിഡിൽ ഡോക്ടർ ദീപകിന്റെയും ബോണി പാണ്ഡിത്യയുടെയും മകളായി ജനനം. 1983 മസാച്യൂസെറ്റ്സിലെ നിദാം ഹൈസ്കൂളിൽ പഠനം പൂർത്തിയാക്കി. തുടർന്ന് 1987 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവൽ അക്കാദമിയിൽ നിന്ന് ഫിസിക്കൽ സയൻസിൽ BSc നേടി. വ്യോമയാന മേഖലയിൽ നിന്നുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് സുനിതയെ US നേവിയിൽ ചേരാൻ പ്രേരിപ്പിച്ചത്. അവിടെ പൈലറ്റായാണ് തുടക്കം. തുടർന്ന് 1995 ഫ്ലോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദം നേടി. നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായ സുനിത US നേവിയിലെ ക്യാപ്റ്റനായാണ് വിരമിച്ചത്. 1998 നാസയുടെ ബഹിരാകാശ യാത്രികയായി സുനിത തിരഞ്ഞെടുക്കപ്പെട്ടത്. അതോടെ സുനിതയുടെ ബഹിരാകാശ യാത്രയ്ക്ക് തുടക്കമായി. തീവ്ര പരിശീലനത്തിനു ശേഷം 2006 ഡിസംബറിൽ ബഹിരാകാശ വാഹനമായ ഡിസ്കവറിയിലായിരുന്നു രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആദ്യ യാത്ര. തന്റെ ദൗത്യത്തിനിടെ നിരവധി ശ്രദ്ധേയമായ നാഴികക്കല്ലുകൾ നേടി. ബഹിരാകാശത്ത് മാരത്തോൺ പൂർത്തിയാക്കിയ ആദ്യ വ്യക്തിയാണ് സുനിത. ട്രെഡ്മില്ലിലാണ് ബോസ്റ്റൺ മാരത്തോൺ ഓടിയത്. 195 ദിവസം ബഹിരാകാശ ചെലവഴിച്ചതോടെ ഒരു വനിത നടത്തിയ ഏറ്റവും ദൈർഘ്യമേറിയ ഒറ്റ ബഹിരാകാശ യാത്ര എന്ന റെക്കോർഡും അവർ സ്ഥാപിച്ചു. 322 ദിവസത്തിലധികം ബഹിരാകാശത്ത് ചെലവഴിച്ചതോടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പരിചയസമ്പന്നരായ വനിതാ ബഹിരാകാശ യാത്രികരിൽ ഒരാളായി സുനിത മാറി. ബഹിരാകാശ പേടകത്തിന് പുറത്ത് 50 മണിക്കൂറിലധികം നീണ്ട 7 ബഹിരാകാശ നടത്തങ്ങളാണ് സുനിത പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇതോടെ ഏറ്റവും കൂടുതൽ ബഹിരാകാശ യാത്ര നടത്തിയ വനിതാ ബഹിരാകാശ യാത്രികയായി. ഈ വർഷം ജനുവരിയിൽ 5 മണിക്കൂറും 26 മിനിറ്റും ബഹിരാകാശത്ത് നടന്നതിലൂടെ ഒരു വനിതയുടെ മൊത്തം ബഹിരാകാശ നടത്ത സമയത്തിന്റെ റെക്കോർഡും തകർത്തു. 62 മണിക്കൂറും 6 മിനിറ്റുമാണ് ഇതുവരെ സുനിത ബഹിരാകാശത്ത് നടന്നത്. ബഹിരാകാശ നടത്തം നടത്തിയവരുടെ നാസയുടെ പട്ടികയിൽ 4ാം സ്ഥാനത്താണ് സുനിത ഇപ്പോൾ. നാവികസേനയുടെ പ്രശംസാ മെഡൽ, നാസ സ്പേസ് ഫ്ലൈറ്റ് മെഡൽ എന്നിവ ഉൾപ്പെടെ സുനിത കരിയറിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. 2008 സുനിതയുടെ പര്യവേഷണങ്ങൾക്കുള്ള ആദരമായി പത്മഭൂഷൺ നൽകി ഇന്ത്യ അവരെ ആദരിച്ചു. സുനിതയുടെ സ്വാധീനം റെക്കോർഡുകൾക്കും പുരസ്കാരങ്ങൾക്കും അപ്പുറമാണ്. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് തുടങ്ങി നിരവധി കരിയറുകൾ സ്വീകരിക്കാൻ പെൺകുട്ടികൾക്ക് ഊർജം നൽകുന്നു. ബഹിരാകാശ സ്വപ്നങ്ങളിലേക്ക് തെല്ലും ഭയമില്ലാതെ നടന്നു കയറിയ സുനിതയുടെ ജീവിതം ബഹിരാകാശത്ത് പുതിയ അതിർത്തികൾ രേഖപ്പെടുത്തുകയും ചക്രവാളത്തിനപ്പുറത്തേക്ക് നോക്കാൻ ഒരു തലമുറയെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ പ്രചോദനാത്മകമായ ഈ ചരിത്രത്തിന്റെ വെളിച്ചം കെടുത്തുന്ന തരത്തിലുള്ള വാർത്തകളാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തളർന്നു പോകുന്ന സുനിത, തുച്ഛമായ ശമ്പളം എന്നിങ്ങനെ നീളുകയാണവ. യാത്ര വൈകുന്നതിനുള്ള അമേരിക്കൻ രാഷ്ട്രീയ കാരണങ്ങൾ ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിലും സുനിതയുടെയും ബുഷ്വില്ലിന്റെയും ഈ ആകാശ ദൗത്യം ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നതാണ്. ഇതിനെ വീക്ഷിക്കേണ്ടത് മഞ്ഞ നിറം കലർന്ന മാധ്യമ കണ്ണുകൊണ്ടല്ല.